ഞാനിപ്പോൾ ഈ പാർലമെന്റിനെ കാണാൻ തുടങ്ങിയിട്ട് ഒരു 34 വർഷമായി. 988 മുതൽ കാണുന്നതാണ്. എങ്ങനെയാണ് പാർലമെന്റ് മാറി വരുന്നത്? പാർലമെന്റിന്റെ ഒരു ഡിസ്കോഴ്സിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം അകത്തും പുറത്തും. പണ്ട് പിന്നെ രാജീവ് ഗാന്ധി കടന്നു വരുമ്പോൾ അപ്പുറത്തുനിന്ന് കൂക്കി വിളിച്ചുകൊണ്ടിരുന്ന സമയമുണ്ടായിരുന്നു. ഓരോ കുംഭകോണത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ എത്രയോ അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ള മുഹൂർത്തങ്ങളില്ല. ഒരു പരിപൂർണമായിട്ട് ഒരു ഭരണാധികാരിക്ക് വിധേയപ്പെടുന്ന രീതിയിൽ ഭരണാധികാരിക്ക് ഇപ്പം ഏറ്റവും രസം വെച്ചാൽ നരേന്ദ്രമോദി മാത്രമല്ല, അമിത്ഷാ പോലും ഒരുപക്ഷെ ആ റിഫ്ലക്റ്റഡ് ഗ്ലോറി കൊണ്ട് അദ്ദേഹവും ഒരുപാട് അധികാരം കൈവശപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നീക്കം. അദ്ദേഹം ഒന്ന് നോക്കിയാൽ മതി, ഭരണപക്ഷത്തേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു മെസ്സേജാണ്. ഇപ്പം പ്രധാനമന്ത്രിക്കെതിരെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പോലും പ്രതിപക്ഷത്ത് നിന്ന് ആൾക്കാർ മടിക്കുകയാണ്, ഭയമുണ്ട്. പണ്ടങ്ങനെയല്ല. പണ്ട് നെഹ്റുവിനെ വിരൽ ചൂണ്ടിയിട്ട് സംസാരിക്കാൻ കോൺഗ്രസ്സുകാർ പോലും തയ്യാറായി. ആരെ പോലും വിരൽ ചൂണ്ടി. ഈ പറഞ്ഞ രാജീവ് ഗാന്ധിയൊക്കെ 4-3 ഭൂരിപക്ഷത്തിൽ വിരാജിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും എത്രയോ ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് KP ഉണ്ണികൃഷ്ണൻ മുതൽ സോമനാഥ് ചാറ്റർജി വരെയുള്ള ആൾക്കാർ വിരൽ ചൂണ്ടി ചോദിക്കുമായിരുന്നു. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നേരെ വിരൽ ചൂണ്ടി ചോദിക്കാൻ കഴിയുന്ന ആൾക്കാരുടെ എണ്ണം തീർന്നു എന്ന് ഞാൻ പറയാം. വളരെ അതും ചോദിക്കുകയാണെങ്കിൽ തന്നെ മയപ്പെടുത്തിക്കേ ചോദിക്കുള്ളൂ. നമ്മളെപ്പോലെ ഇൻവേർട്ടർ കൊമ്മ വിവരമില്ലാത്ത ആൾക്കാരൊക്കെയാണ് ഈ ഒരു പരിപാടിയിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിപക്ഷത്തിന് മാത്രമാണോ ഭയം? ഭരണപക്ഷത്തുള്ളവർക്കും പ്രധാനമന്ത്രിയെ ചൂണ്ടി ചോദിക്കാനുള്ള ഭയം നിലനിൽക്കുന്നുണ്ടോ? ഒരു എംബറർ പുതാമറ നരേന്ദ്രമോദി ഇപ്പോൾ പാർലമെന്റിലേക്ക് കടന്നു വരുമ്പോൾ ഒരു എംബറർ കടന്നു വരുന്ന പോലെയാണ്. ഒരു ചക്രവർത്തിയുടെ പാദസ്പർശമാണ് അവിടെ കാണുന്നത്.